ഹായ് ഫ്രണ്ട്സ്, സ്റ്റഡി വിത്ത് മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മോക്ക് ടെസ്റ്റ്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അതാണ്. ഈ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക്ക് ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററി, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ഹാരപ്പൻ സിവിലൈസേഷൻ എന്നീ 4 ടോപ്പിക്കുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 120 ക്വസ്റ്റ്യൻസ് ഈ 3 ഭാഗത്തു നിന്നും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാം പുറകിലാണ് തന്നിരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻ്റെ ഉത്തരം അവസാനമാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ആദ്യം ഓരോ ക്വസ്റ്റ്യനും ആൻസർ ബുക്കിൽ ചെയ്യണം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ അതിൻ്റെ ആൻസർ ഏതാണെന്ന് ബുക്കിൽ എഴുതിയെടുക്കണം. എന്നിട്ട് ലാസ്റ്റ് ചെക്ക് ചെയ്യണം. എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് കമൻറ്റും ചെയ്യണം. നമുക്ക് ചോദ്യത്തിലോട്ട് കിടക്കാം. 1. ചരിത്രത്തിൻ്റെ ജന്മഭൂമി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഈജിപ്റ്റ്, ബി ചൈന, സി ഇന്ത്യ, ഡി ഗ്രീസ്. രണ്ടാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യ ചരിത്രകൃതി ഏതാണ്? ഓപ്ഷൻ എ ഹിസ്റ്റോറിക്ക, ഓപ്ഷൻ ബി ഹിസ്റ്ററി ഓഫ് ഏഷ്യൻ വാർ, ഓപ്ഷൻ സി ഹിസ്റ്ററി ഓഫ് ഫ്രാൻസ്, ഓപ്ഷൻ ഡി ഹിസ്റ്ററി. 3. ഹിസ്റ്റോറിക്കയുടെ രചയിതാവ് ആര്? ഓപ്ഷൻ എ റാങ്കെ, ഓപ്ഷൻ ബി ഹെറോഡോട്ടസ്, ഓപ്ഷൻ സി അരിസ്റ്റോട്ടിൽ, ഓപ്ഷൻ ഡി പ്ലാറ്റോ. 4. ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ തൂസിഡൈസ്, ഓപ്ഷൻ ബി പ്ലാറ്റോ, ഓപ്ഷൻ സി ഇ.എച്ച്. കാർ, ഓപ്ഷൻ ഡി ഫിൻലേ. ആധുനിക ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ റാങ്കെ, ഓപ്ഷൻ ബി ആറ്റൺ, ഓപ്ഷൻ സി വിൽഡ്യൂറൻ, ഓപ്ഷൻ ഡി ഹെറോഡോട്ടസ്. ചോദ്യം 6. മനുഷ്യനെ വിവേകിയാക്കുന്ന വിജ്ഞാനശാഖയാണ് ചരിത്രം എന്ന് അഭിപ്രായപ്പെട്ടത്? ഓപ്ഷൻ എ റാങ്കെ, ബി ഫ്രാൻസിസ് ബേക്കൺ, സി പ്ലാറ്റോ, ഡി ഫിൻലേ. 7. ചോദ്യം, ചരിത്രത്തെ മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ അനാവരണമെന്ന് നിർവചിച്ചതാര്? ഓപ്ഷൻ എ ഫ്രാൻസിസ് ബേക്കൺ, ഓപ്ഷൻ ബി വിൽഡ്യൂറൻറ്റ്, ഓപ്ഷൻ സി തോമസ് കാർലൈൻ, ഓപ്ഷൻ ഡി ആറ്റൺ. മനുഷ്യൻ അവൻ ചെയ്ത അന്വേഷണങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും അവൻ്റെ നേട്ടങ്ങളുടെയും ഒരു രേഖ എന്ന് ചരിത്രത്തെ നിർവചിച്ചത്? ഓപ്ഷൻ എ ഹെറോഡോട്ടസ്, ഓപ്ഷൻ ബി അരിസ്റ്റോട്ടിൽ, ഓപ്ഷൻ സി റൂസോ, ഓപ്ഷൻ ഡി തോമസ് കാർലൈൻ. ചോദ്യം 9. ഉദാഹരണങ്ങളിലൂടെ പഠനവിധേയമാക്കേണ്ട ഒരു പ്രധാന ദർശനമാണ് ചരിത്രം? ഓപ്ഷൻ എ ഹെറോഡോട്ടസ്, ഓപ്ഷൻ ബി ഫ്രാൻസിസ് ബേക്കൺ, ഓപ്ഷൻ സി സർ ജോൺ റോബർട്ട് സീലി, ഓപ്ഷൻ ഡി ഡൈനീഷ്യസ്. ചോദ്യം നമ്പർ 10. ഓർമ്മിപ്പിക്കപ്പെടേണ്ട വസ്തുക്കളുടെ സമാഹാരമാണ് ചരിത്രം? ഓപ്ഷൻ എ ഡൈനീഷ്യസ്, ഓപ്ഷൻ ബി തോമസ് കാർലൈൻ, ഓപ്ഷൻ സി തൂസിഡൈസ്, ഓപ്ഷൻ ഡി ഇ.എച്ച്. കാർ. 11. മനുഷ്യനെ ബുദ്ധിമാനായി മാറ്റുന്ന ഒരു പ്രധാന വിഷയമായിരുന്നു ചരിത്രം? ഓപ്ഷൻ എ ആർ.ജി. കോളിംഗ്വുഡ്, ഓപ്ഷൻ ബി കാറൽ മാർക്സ്, ഓപ്ഷൻ സി ഫ്രാൻസിസ് ബേക്കൺ, ഓപ്ഷൻ ഡി അരിസ്റ്റോട്ടിൽ. 12. സത്യത്തെ തേടിയുള്ള അനന്തരമായ യാത്രയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് ചരിത്രം? ഓപ്ഷൻ എ റൂസോ, ബി വിൽഡ്യൂറൻ, സി തോമസ് കാർലൈൻ, ഡി ജോൺ റോബർട്ട് സീലി. ചോദ്യം നമ്പർ 13. ചരിത്രം എന്ന് പറയുന്നത് മഹത് വ്യക്തികളുടെ ആത്മകഥയുടെ ഓർമ്മക്കുറിപ്പുകളാണ്? ഓപ്ഷൻ എ വോൾട്ടയർ, ഓപ്ഷൻ ബി വിൽഡ്യൂറൻറ്റ്, ഓപ്ഷൻ ബി സി തോമസ് കാർലൈൻ, ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. 14. ഹെറോഡോട്ടസിനെ ചരിത്രത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ എ ജോൺ സീലി, ഓപ്ഷൻ ബി ലക്കി, ഓപ്ഷൻ സി റീനിയർ, ഓപ്ഷൻ ഡി സിസ്റ്റേറോ. 15. ചരിത്രം രേഖപ്പെടുത്തുന്ന രീതികൾ എങ്ങനെയാണ് വികാസം പ്രാപിച്ചത് എന്ന ശാഖയാണ്? ഓപ്ഷൻ എ ഹിസ്റ്ററി, ഓപ്ഷൻ ബി ഹിസ്റ്റോറിയ, ഓപ്ഷൻ സി ഹിസ്റ്റോറിക്ക, ഓപ്ഷൻ ഡി ഹിസ്റ്റോറിയോഗ്രാഫി. 16. മരിച്ചവരുടെ മേൽ നാം കാണിക്കുന്ന ചെപ്പടി വിദ്യകളാണ് ചരിത്രം? ഓപ്ഷൻ എ സിസ്റ്റേറോ, ഓപ്ഷൻ ബി ജി.എം. ട്രാവലിയൻ, ഓപ്ഷൻ സി എഡ്വേർഡ് ഗിബ്ബൺ, ഓപ്ഷൻ ഡി വോൾട്ടയർ.
ചരിത്രം ഭൂതകാല രാഷ്ട്രീയവും രാഷ്ട്രീയം വർത്തമാനകാല ചരിത്രവുമാണ് എന്നഭിപ്രായപ്പെട്ടത്. ഓപ്ഷൻ എ എഡ്മണ്ട് ബർക്ക്, ഓപ്ഷൻ ബി ലക്കി, ഓപ്ഷൻ സി ജോൺ സീലി, ഓപ്ഷൻ ഡി തോമസ് കാർലൈൻ. 18. മനുഷ്യൻ എന്തു ചെയ്തു, എന്തു പറഞ്ഞു, എന്തു ചിന്തിച്ചു അതാണ് ചരിത്രം എന്നഭിപ്രായപ്പെട്ടത്. ഓപ്ഷൻ എ പ്രൊഫസർ മെറ്റ് ലാൻഡ്, ഓപ്ഷൻ ബി ലക്കി, ഓപ്ഷൻ സി എഡ്മണ്ട് ബർക്ക്, ഓപ്ഷൻ ഡി ലോർഡ് ആക്ടൺ. 19. വിവേകത്തിൻ്റെ ഗതിവേഗം വർദ്ധിപ്പിക്കുന്ന ആചാര്യനാണ് ചരിത്രം. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി വിൽ ഡ്യൂറന്റ്, ഓപ്ഷൻ സി വോൾട്ടയർ, ഓപ്ഷൻ ഡി എഡ്മണ്ട് ബർക്ക്. 20. സമുദായങ്ങളുടെ സ്മരണയാണ് ചരിത്രം. ഓപ്ഷൻ എ പ്രൊഫസർ റീനിയർ, ഓപ്ഷൻ ബി വിൽ ഡ്യൂറന്റ്, ഓപ്ഷൻ സി മെറ്റ് ലാൻഡ്, ഓപ്ഷൻ ഡി വോൾട്ടയർ. 21. ലോക ചരിത്രത്തിൻ്റെ രഹസ്യം എന്ന കൃതിയുടെ കർത്താവ്. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി ലക്കി, ഓപ്ഷൻ സി തോമസ് കാർലൈൻ, ഓപ്ഷൻ ഡി റാങ്കെ. 22. ഒരേ സമയം ശാസ്ത്രവും കലയുമാണ് ചരിത്രം. ഓപ്ഷൻ എ ജി എം ട്രാവലിയൻ, ഓപ്ഷൻ ബി ലെബിൻസ്, ഓപ്ഷൻ സി ജെ ജെ ആൻഡേഴ്സൺ, ഓപ്ഷൻ ഡി ഓക്സ്ഷോട്ട്. 23. ചെമ്പും വെളിത്തിയവും ചേർത്ത് സംസ്കരിച്ചുണ്ടാക്കുന്ന ലോഹസങ്കരമാണ്. ഓപ്ഷൻ എ വെങ്കലം, ഓപ്ഷൻ ബി ഇരുമ്പ്, ഓപ്ഷൻ സി ചെമ്പ്, ഓപ്ഷൻ ഡി അലുമിനിയം. 24. നദീതട സംസ്കാരങ്ങൾ വികാസം പ്രാപിച്ച കാലഘട്ടം. ഓപ്ഷൻ എ വെങ്കലയുഗം, ഓപ്ഷൻ ബി ഇരുമ്പ് യുഗം, ഓപ്ഷൻ സി മധ്യയുഗം, ഓപ്ഷൻ ഡി പ്രാചീന യുഗം. 25. ഇഷ്ടിക നിർമ്മാണം, തുണി നെയ്ത്ത് തുടങ്ങിയ തൊഴിൽ മേഖലകൾ വികാസം പ്രാപിച്ച കാലഘട്ടം. ഓപ്ഷൻ എ പ്രാചീന യുഗം, ഓപ്ഷൻ ബി ഇരുമ്പ് യുഗം, ഓപ്ഷൻ സി താമ്രയുഗം, ഓപ്ഷൻ ഡി വെങ്കലയുഗം. 26. മെസപ്പൊട്ടേമിയയിലെ പ്രാചീന ലിപി അറിയപ്പെടുന്ന പേര്. ഓപ്ഷൻ എ ഹൈറോഗ്ലിഫിക്സ്, ഓപ്ഷൻ ബി ക്യൂണിഫോം, ഓപ്ഷൻ സി ചിത്രലിപി, ഓപ്ഷൻ ഡി ബ്രഹ്മി. 27. മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ അന്ത്യകാലഘട്ടം ഏത് ഭരണാധിപൻ്റെ കീഴിലായിരുന്നു? ഓപ്ഷൻ എ ഫറോവോ, ഓപ്ഷൻ ബി സുമേർ, ഓപ്ഷൻ സി ബാബിലോൺ, ഓപ്ഷൻ ഡി കാൽഡിയൻ. 28. ആധുനിക കാലത്തെ വടക്കേ ഇന്ത്യയിലെ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന പുരാതന സംസ്കാരം ഏത്? ഓപ്ഷൻ എ സിന്ധു നദീതട സംസ്കാരം, ഓപ്ഷൻ ബി സുമേറിയൻ സംസ്കാരം, ഓപ്ഷൻ സി ഈജിപ്ഷ്യൻ സംസ്കാരം, ഓപ്ഷൻ ഡി ചൈനീസ് സംസ്കാരം. 29. സുമേറിയയിലെ ചരിത്ര പ്രാധാന്യമുള്ള പുരാതന നഗരം ഏത്? ഓപ്ഷൻ എ രവി, ഓപ്ഷൻ ബി അക്കാദ്, ഓപ്ഷൻ സി ബാബിലോൺ, ഓപ്ഷൻ ഡി ഉർ. 30. ഏത് കാലഘട്ടമാണ് പൂർവ്വ ഹാരപ്പൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ബി സി 700 മുതൽ ബി സി 2000 വരെ, ഓപ്ഷൻ ബി ബി സി 3500 മുതൽ ബി സി 2600 വരെ, ഓപ്ഷൻ സി 2000 മുതൽ ബി സി 1000 വരെ, ഓപ്ഷൻ ഡി ബി സി 1400 മുതൽ ബി സി 3400 വരെ. 31. ഏത് കാലഘട്ടമാണ് പൂർണ്ണ വളർച്ചയെത്തിയ ഹാരപ്പൻ സംസ്കൃതി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ബി സി 2600 മുതൽ ബി സി 1800 വരെ, ഓപ്ഷൻ ബി ബി സി 3500 മുതൽ ബി സി 2600 വരെ, ഓപ്ഷൻ സി ബി സി 2000 മുതൽ ബി സി 1000 വരെ, ഓപ്ഷൻ ഡി ബി സി 1400 മുതൽ ബി സി 3400 വരെ. 31. പിൽക്കാല ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടം ഏതാണ്? ഓപ്ഷൻ എ ബി സി 2600 മുതൽ ബി സി 1800 വരെ, ഓപ്ഷൻ ബി ബി സി 3700 മുതൽ ബി സി 3500 വരെ, ഓപ്ഷൻ സി ബി സി 3500 മുതൽ ബി സി 2600 വരെ, ഓപ്ഷൻ ഡി ബി സി 1800 മുതൽ. 32. പരിശുദ്ധമായ എഴുത്ത് എന്നറിയപ്പെടുന്ന ഈജിപ്തിലെ പുരാതന ലിപി. ഓപ്ഷൻ എ ഹൈറോഗ്ലിഫിക്സ്, ഓപ്ഷൻ ബി ക്യൂണിഫോം, സി ചിത്രലിപി, ഡി ബ്രാഹ്മിനി. 33. ഏതു നദികൾക്കിടയിലാണ് മെസപ്പൊട്ടേമിയ നിലനിന്നിരുന്നത്? ഓപ്ഷൻ എ യൂഫ്രട്ടീസ് ടൈഗ്രീസ്, ബി സിന്ധു ബ്രഹ്മപുത്ര, സി നൈൽ ടൈഗ്രീസ്, ഡി യൂഫ്രട്ടീസ് നൈൽ. 34. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന സിംഹത്തിൻ്റെ ഉടലും മനുഷ്യൻ്റെ തലയുമുള്ള ഭീമാകാരമായ ശില്പം അറിയപ്പെടുന്ന പേര്. ഓപ്ഷൻ എ ഉർ, ബി ഗിസ, സി ഫറോവ, ഡി സ്ഫിങ്സ്. 35. നൈൽ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന പുരാതന സംസ്കാരം. ഓപ്ഷൻ എ ഈജിപ്ഷ്യൻ സംസ്കാരം, ബി സിന്ധു നദീതട സംസ്കാരം,
ഓപ്ഷൻ സി സുമേറിയൻ സംസ്കാരം, ഡി ചൈനീസ് സംസ്കാരം. 36 ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ സവിശേഷമായ പ്രത്യേകത എന്താണ്? ഓപ്ഷൻ എ നഗരാസൂത്രണം, ബി കൃഷി, സി കല, ഡി മതാനുഷ്ഠാനം. 37 സിന്ധു നദീ സംസ്കാരത്തിലെ ഭാഗമായ മഹാസ്നാനഘട്ടം കണ്ടെത്തിയ സ്ഥലം. ഓപ്ഷൻ എ രൂപാർ, ബി മോഹൻജദാരോ, സി ചാൻഹുദാരോ, ഡി കാലിബംഗൻ. 38 ഹാരപ്പ കണ്ടെത്തിയ ചരിത്ര ഗവേഷകനാര്? ഓപ്ഷൻ എ ദയാറാം സാഹ്നി, ബി സാഹ്നി റാവു, സി ജോഷി, ഡി ജോൺ മാർഷൽ. 39 ഏത് നദിയിൽ അനുഭവപ്പെട്ട വരൾച്ചയാണ് ഹാരപ്പൻ സംസ്കാരത്തിലെ തകർച്ചയ്ക്കുള്ള കാരണമായി വിലയിരുത്തപ്പെടുന്നത്? ഓപ്ഷൻ എ ഘാഗർ ഹാക്ര, ബി നൈൽ, സി യൂഫ്രട്ടീസ്, ഡി നർമ്മദ. 40 ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി വായിച്ചതാര്? ഷംപോലിയോ, ഓപ്ഷൻ ബി സിഡിയിഡ്സ്, ഓപ്ഷൻ സി ഹെറോഡോട്ടസ്, ഓപ്ഷൻ ഡി അരിസ്റ്റോട്ടിൽ. 41 ഈജിപ്തിലെ ഏറ്റവും വലിയ പിരമിഡ്. ഓപ്ഷൻ എ കുഫു, ഓപ്ഷൻ ബി ഗിസ, ഓപ്ഷൻ സി ലഗാഷ്, ഡി ഉർ. 42 കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന നിയമസംഹിത തയ്യാറാക്കിയ ഹമ്മുറാബി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ചൈനീസ് സംസ്കാരം, ബി സിന്ധു നദീതട സംസ്കാരം, സി ബാബിലോണിയൻ സംസ്കാരം, ഡി ഗ്രീക്ക് സംസ്കാരം. 43 സിന്ധു നദീതട സംസ്കാരം എന്ന പേര് നിർദ്ദേശിച്ചത് ആര്? ഓപ്ഷൻ എ ജോൺ മാർഷൽ, ബി റോമില ഥാപ്പർ, ഓപ്ഷൻ സി വിൽഡ്യൂറൻ, ഡി റാവു. 44 സിന്ധു നദീതട നിവാസികൾ ആരാധിച്ചിരുന്ന പുരുഷ ദൈവം. ഓപ്ഷൻ എ പരമശിവൻ, ബി മാതൃദേവത, സി പശുപതി, ഡി ബ്രഹ്മാവ്. 45 ഇന്തോളജി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രം, പാരമ്പര്യം, ഭാഷ, സംസ്കാരം എന്നിവയെക്കുറിച്ചുള്ള ഗവേഷണമാണ്. ഇന്തോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ജോൺ മാർഷൽ, ബി ജോഷി, സി സർ വില്യം ജോൺസ്, ഡി ഘോഷ്. 46 സിന്ധു നദീതട കേന്ദ്രങ്ങളിൽ സ്ത്രീയെയും പുരുഷനെയും ഒരുമിച്ച് മറവ് ചെയ്തതിന് തെളിവുകൾ ലഭിച്ച സ്ഥലം. ഓപ്ഷൻ എ ലോത്തൽ, ബി ദൈമാബാദ്, സി മോഹൻജദാരോ, ഡി ചാൻഹുദാരോ. 47 തീ പിടിച്ചതിനെ തുടർന്ന് നശിച്ച സിന്ധു നദീതട കേന്ദ്രം. ഓപ്ഷൻ എ കോട്തിജി, ബി മോഹൻജദാരോ, സി ലോത്തൽ, ഡി റംഗ്പൂർ. 48 ഒട്ടകത്തിൻ്റെ ഫോസിൽ കണ്ടെത്തിയ സിന്ധു നദീതട കേന്ദ്രം. ഓപ്ഷൻ എ ചാൻഹുദാരോ, ബി രൂപാർ, സി മോഹൻജദാരോ, ഡി കാലിബംഗൻ. 49 കോട്ടയില്ലാത്ത ഹാരപ്പൻ സംസ്കാരം. എ ചാൻഹുദാരോ, ബി മോഹൻജദാരോ, സി ലോത്തൽ, ഡി റംഗ്പൂർ. 50 ഹാരപ്പൻ എഴുത്തുലിപി ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഓപ്ഷൻ എ ക്യൂണിഫോം, ബി ഹൈറോഗ്ലിഫിക്സ്, സി ബ്രാഹ്മി, ഡി ചിത്രലിപി. 51 സിന്ധു നദീതട ജനത ആരാധിച്ചിരുന്ന മൃഗം. ഓപ്ഷൻ എ കാള, ഓപ്ഷൻ ബി ആന, സി കുതിര, ഡി സിംഹം. 52 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ എ 1861, ബി 1869, സി 1681, ഓപ്ഷൻ ഡി 1789. 53 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ. ഓപ്ഷൻ എ അലക്സാണ്ടർ കണ്ണിഹാം, ബി റാവു, സി ജോഷി, ഡി ജോൺ മാർഷൽ. 54 ഇന്ത്യൻ പുരാവസ്തു ഗവേഷണ ശാസ്ത്രത്തിൻ്റെ പിതാവ്. ഓപ്ഷൻ എ അലക്സാണ്ടർ കണ്ണിഹാം, ബി റാവു, സി റോമില ഥാപ്പർ, ഡി ജോഷി. 55 ഇന്ത്യയിലെ പുരാവസ്തു ഗവേഷണ വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ. ഓപ്ഷൻ എ റിപ്പൺ, ഓപ്ഷൻ ബി ലിറ്റൻ, ഓപ്ഷൻ സി ഡൽഹൗസി, ഡി കാനിങ് പ്രഭു. 56 മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന പ്രദേശം. ഓപ്ഷൻ എ മോഹൻജദാരോ, ബി ചാൻഹുദാരോ, സി ലോത്തൽ, ഡി റംഗ്പൂർ. 57 പാകിസ്ഥാനിലെ ലർക്കാന ജില്ലയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സിന്ധു നദീതട കേന്ദ്രം. ഓപ്ഷൻ എ മോഹൻജദാരോ, ബി ചാൻഹുദാരോ, സി രൂപാർ, ഡി കാലിബംഗൻ. 58 ഗുജറാത്തിലെ ബാഗ്വ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട കേന്ദ്രം. ഓപ്ഷൻ എ ലോത്തൽ, ബി കാലിബംഗൻ, സി മോഹൻജദാരോ, ഡി ചാൻഹുദാരോ.
59. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന തുറമുഖം. ഓപ്ഷൻ എ ലോത്തൽ, ബി ചാൻഹുദാരോ, സി രൂപാർ, ഡി കാലിബംഗൻ. 60. ഇന്ത്യൻ പൗരാണിക സംസ്കാരം ഉടലെടുത്ത നദീതീരം. എ മഹാനദി, ബി സിന്ധു, സി നർമ്മദ, ഡി ടൈഗ്രിസ്. 61. മനുഷ്യൻ കണ്ടുപിടിച്ച ആദ്യ ലോഹം. ഓപ്ഷൻ എ ചെമ്പ്, ബി ഇരുമ്പ്, സി ഓട്, ഡി വെങ്കലം. 62. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം. ഓപ്ഷൻ എ സ്വർണം, ബി ഇരുമ്പ്, സി ഓട്, ഡി ചെമ്പ്. 63. സിന്ധു നദീതട ജനത ഉപയോഗിച്ചിരുന്ന പ്രധാന ലോഹമേതായിരുന്നു? ഓപ്ഷൻ എ ചെമ്പ്, ഓപ്ഷൻ ബി ഇരുമ്പ്, ഓപ്ഷൻ സി ഓട്, ഓപ്ഷൻ ഡി സ്വർണം. 64. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായി നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ കണ്ടെത്തിയ സ്ഥലം. ഓപ്ഷൻ എ ദൈമാബാദ്, ഓപ്ഷൻ ബി മോഹൻജദാരോ, ഓപ്ഷൻ സി ചാൻഹുദാരോ, ഓപ്ഷൻ ഡി ലോത്തൽ. 65. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായ ക്ഷേത്ര മാതൃക കണ്ടെത്തിയ സ്ഥലം. ഓപ്ഷൻ എ ദൈമാബാദ്, ഓപ്ഷൻ ബി ലോത്തൽ, ഓപ്ഷൻ സി രൂപാർ, ഓപ്ഷൻ ഡി മോഹൻജദാരോ. 66. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായി കുളിക്കടവ് കണ്ടെത്തിയ സ്ഥലം. ഓപ്ഷൻ എ റംഗ്പൂർ, ബി ഹാരപ്പ, സി മോഹൻജദാരോ, ഡി ചാൻഹുദാരോ. 67. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായി മാതൃദേവതയുടെ പ്രതിമ കണ്ടെത്തിയ സ്ഥലം. ഓപ്ഷൻ എ ചാൻഹുദാരോ, ഓപ്ഷൻ ബി കാലിബംഗൻ, ഓപ്ഷൻ സി മോഹൻജദാരോ, ഓപ്ഷൻ ഡി റംഗ്പൂർ. 68. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായി ഉഴവുചാൽ പാടങ്ങൾ കണ്ടെത്തിയ സ്ഥലം. ഓപ്ഷൻ എ ഹാരപ്പ, ഓപ്ഷൻ ബി കാലിബംഗൻ, ഓപ്ഷൻ സി മോഹൻജദാരോ, ഓപ്ഷൻ ഡി ചാൻഹുദാരോ. 69. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായി ചെമ്പിൽ തീർത്ത മഴു കണ്ടെത്തിയ സ്ഥലം. ഓപ്ഷൻ എ രൂപാർ, ഓപ്ഷൻ ബി മോഹൻജദാരോ, ഓപ്ഷൻ സി ലോത്തൽ, ഓപ്ഷൻ ഡി ഹാരപ്പ. 70. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായി ചെമ്പിൽ തീർത്ത ആന കണ്ടെത്തിയ സ്ഥലം. ഓപ്ഷൻ എ ഹാരപ്പ, ഓപ്ഷൻ ബി കാലിബംഗൻ, ഓപ്ഷൻ സി ചാൻഹുദാരോ, ഓപ്ഷൻ ഡി ദൈമാബാദ്. 71. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായി ചെമ്പിൽ തീർത്ത രഥം കണ്ടെത്തിയ സ്ഥലം. ഓപ്ഷൻ എ ദൈമാബാദ്, ഓപ്ഷൻ ബി കാലിബംഗൻ, ഓപ്ഷൻ സി മോഹൻജദാരോ, ഓപ്ഷൻ ഡി ഹാരപ്പ. 72. ഏറ്റവും ചെറിയ ഹാരപ്പൻ നഗരം. ഓപ്ഷൻ എ ഹാരപ്പ, ഓപ്ഷൻ ബി മോഹൻജദാരോ, ഓപ്ഷൻ സി കാലിബംഗൻ, ഓപ്ഷൻ ഡി ചാൻഹുദാരോ. 73. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സിന്ധു നദീതട കേന്ദ്രങ്ങൾ കണ്ടെത്തിയ സംസ്ഥാനം. ഓപ്ഷൻ എ ഗുജറാത്ത്, ഓപ്ഷൻ ബി ബീഹാർ, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി പഞ്ചാബ്. 74. സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് ആദ്യമായി സൂചന നൽകിയതാര്? ഓപ്ഷൻ എ ചാൾസ് മേഴ്സൺ, ബി റാവു, സി ജോഷി, ഡി ജോൺ മാർഷൽ. 75. സുമേറിയക്കാർ സിന്ധു നദീതട ജനതയെ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു? ഓപ്ഷൻ എ സുമേർ, ബി മെലൂഹ, സി അക്കാദ്, ഡി ഹാരപ്പർ. 76. അളവുതൂക്ക ആവശ്യങ്ങൾക്കായി സിന്ധു നദീതട ജനത ഉപയോഗിച്ചിരുന്ന പ്രധാന സംഖ്യ ഏത്? ഓപ്ഷൻ എ 28, ബി 13, സി 10, ഡി 16. 77. സിന്ധു നദീതട ജനതയ്ക്ക് അജ്ഞാതമായിരുന്ന മൃഗമേതായിരുന്നു? ഓപ്ഷൻ എ കുതിര, ബി പശു, സി കാള, ഡി ആട്. 78. സിന്ധു നദീതട ജനതയ്ക്ക് അജ്ഞാതമായിരുന്ന ലോഹമേത്? ഓപ്ഷൻ എ ഓട്, ബി സ്വർണം, സി വെള്ളി, ഡി ഇരുമ്പ്. 79. ആര്യന്മാരുടെ വരവാണ് സിന്ധു നദീതട സംസ്കാരം തകരാൻ കാരണമെന്ന നിഗമനത്തിൽ എത്തിച്ചേർന്ന ചരിത്ര ഗവേഷകൻ. ഓപ്ഷൻ എ മോർട്ടിമർ വീലർ, ബി ജോഷി, സി ജോൺ മാർഷൽ, ഡി ഘോഷ്. 80. പാകിസ്ഥാനിലെ മൗണ്ട് ഗോമറി ജില്ലയിൽ സ്ഥിതിചെയ്യുന്ന സിന്ധു നദീതട കേന്ദ്രം. ഓപ്ഷൻ എ ഹാരപ്പ, ബി കാലിബംഗൻ, സി മോഹൻജദാരോ, ഡി രൂപാർ. 81. കപ്പൽ നിർമ്മാണശാല കണ്ടെത്തിയ സിന്ധു നദീതട കേന്ദ്രം. ഓപ്ഷൻ എ മോഹൻജദാരോ, ബി ഹാരപ്പ, സി കാലിബംഗൻ, ഡി ലോത്തൽ. 82. ബനവാലി സ്ഥിതിചെയ്യുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ഹരിയാന, ബി ബീഹാർ, സി തമിഴ്നാട്, ഡി പഞ്ചാബ്. 83. ലോകത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി എന്നറിയപ്പെടുന്ന ഈജിപ്തിലെ റാണി. ഓപ്ഷൻ എ ഹമ്മുറാബി, ഓപ്ഷൻ ബി തൂത്ത്മോസ്, ഓപ്ഷൻ സി ഫറോവ, ഓപ്ഷൻ ഡി ഹാത്ഷെപ്സുത്. 84. ഗിസയിലെ പിരമിഡ് നിർമ്മിച്ചതാര്? എ ഖുഫു, ബി തൂത്ത്മോസ്, സി നെബുച്ച് നാസർ, ഓപ്ഷൻ ഡി
അബു സിംബൽ. 85. ഈജിപ്തിനെ നൈൽ നദിയുടെ ദാനം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ. ഓപ്ഷൻ എ ഹെറോഡോട്ടസ്, ഓപ്ഷൻ ബി ഇ.എച്ച്. കാർ, ഓപ്ഷൻ സി ജോൺ മാർഷൽ, ഡി അരിസ്റ്റോട്ടിൽ. 86. ഈജിപ്ഷ്യൻ ജനതയുടെ പ്രധാന ദൈവം. ഓപ്ഷൻ എ ഇന്ദ്രൻ, ഓപ്ഷൻ ബി സൂര്യദേവനായ റാ, ഓപ്ഷൻ സി മാതൃദേവത, സി പശുപതി. 87. സൂര്യദേവന്മാർക്ക് വേണ്ടി ഈജിപ്തിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം. ഓപ്ഷൻ എ കർനാക്ക്, ഓപ്ഷൻ ബി ലക്സർ, ഓപ്ഷൻ സി അബു സിംബൽ, ഓപ്ഷൻ ഡി ഉർ. 88. ഈജിപ്തിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ഫറോവ, ഓപ്ഷൻ ബി ഹെറോഡോട്ടസ്, ഓപ്ഷൻ സി തൂത്ത്മോസ്, ഓപ്ഷൻ ഡി ജോൺ മാർഷൽ. 89. ഫറോവ എന്ന വാക്കിനർത്ഥം. ഓപ്ഷൻ എ മഹാമന്ദിരത്തിൽ താമസിക്കുന്നവർ, ബി മഹാപണ്ഡിതൻ, സി മതപുരോഹിതൻ, ഡി ഭരണാധികാരി. 90. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ കൃഷി, ബി വ്യവസായം, സി വാണിജ്യം, ഡി ഖനനം. 91. സൗരപഞ്ചാംഗം, ജലഘടികാരം എന്നിവ ഏതു സംസ്കാരത്തിൻ്റെ സംഭാവനയാണ്? ഓപ്ഷൻ എ ഈജിപ്ഷ്യൻ സംസ്കാരം, ബി മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം, സി സിന്ധു നദീതട സംസ്കാരം, ഡി ചൈനീസ് സംസ്കാരം. 92. ക്യൂണിഫോം ലിപി വിശദീകരിച്ച ഗവേഷകൻ. ഓപ്ഷൻ എ ഹെറോഡോട്ടസ്, ബി ജോൺ മാർഷൽ, സി റെയിലിംഗ്സൺ, ഡി റാവു. 93. നന്നാർ ദേവതയുടെ ക്ഷേത്രമായ സിഗുറാത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം. ഓപ്ഷൻ എ ലഗാഷ്, ബി ഹാരപ്പ, സി കാലിബംഗൻ, ഡി ഉർ. 94. ലോകത്തിലെ ആദ്യ നിയമദാതാവ് എന്നറിയപ്പെടുന്ന ബാബിലോൺ ഭരണാധികാരി. ഓപ്ഷൻ എ ഹമ്മുറാബി, ബി തൂത്ത്മോസ്, സി തൂത്ത്മോസ് II, ഡി ഫറോവ. 95. ഉർ, ലഗാഷ് നഗരങ്ങൾ ഏത് സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു? ഓപ്ഷൻ എ മെസൊപ്പൊട്ടേമിയൻ, ബി ഈജിപ്ഷ്യൻ സംസ്കാരം, സി സിന്ധു നദീതട സംസ്കാരം, ഡി ചൈനീസ് സംസ്കാരം. 96. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം നിലനിന്നിരുന്ന രാജ്യം. ഓപ്ഷൻ എ പാലസ്തീൻ, ബി ഇറാഖ്, ഓപ്ഷൻ സി ഇറാൻ, ഓപ്ഷൻ ഡി ബാഗ്ദാദ്. 97. ലോകത്തിലെ ആദ്യ നഗരം എന്നറിയപ്പെട്ടത്. ഓപ്ഷൻ എ ഉർ, ബി ലഗാഷ്, സി ഹാരപ്പ, ഓപ്ഷൻ ഡി ബാഗ്ദാദ്. 98. ആടുന്ന പൂന്തോട്ടം നിർമ്മിച്ച ഭരണാധികാരി. ഓപ്ഷൻ എ ഹമ്മുറാബി, ഓപ്ഷൻ ബി നെബൂച്ച് നാസർ, ഓപ്ഷൻ സി തൂത്ത്മോസ്, ഓപ്ഷൻ ഡി തൂത്ത്മോസ് II. 99. മോഹൻജൊദാരോയും ഹാരപ്പയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന നദീതടം. ഓപ്ഷൻ എ ഗംഗ, ഓപ്ഷൻ ബി യമുന, സി സിന്ധു, ഡി ബ്രഹ്മപുത്ര. 100. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിൽ ഏത് സ്ഥലത്താണ് ഉഴുതുമറിച്ച നിലത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉള്ളത്? ഓപ്ഷൻ എ ലോത്തൽ, ബി കാലിബംഗൻ, ഓപ്ഷൻ സി രൂപർ, ഡി ഹാരപ്പ. 101. ഹാരപ്പ മോഹൻജൊദാരോ സംസ്കാരം കണ്ടെത്തിയ പുരാവസ്തു ഗവേഷകൻ. ഓപ്ഷൻ എ ജെയിൻ, ഓപ്ഷൻ ബി ജോൺ മാർഷൽ, ഓപ്ഷൻ സി ആർ ഡി ബാനർജി, ഓപ്ഷൻ ഡി വില്യം ബർട്ടൺ. 102. സിന്ധു നദീതട സംസ്കാരം പ്രധാനമായും തകർന്നത് ആരുടെ ആക്രമണത്തോടു കൂടിയാണ്? ഓപ്ഷൻ എ മുഗളർ, ഓപ്ഷൻ ബി ആര്യന്മാർ, ഓപ്ഷൻ സി മൗര്യർ, ഓപ്ഷൻ ഡി പോർച്ചുഗീസുകാർ. 103. മോഹൻജൊദാരോ സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ ലർഖാന ജില്ല, ഓപ്ഷൻ ബി ജയ്സാൽസർ ജില്ല, ഓപ്ഷൻ സി മോണ്ട്ഗോമറി, ഓപ്ഷൻ ഡി ബിക്കനീർ ജില്ല. 104. സിന്ധു നദീതട സംസ്കാര കാലഘട്ടത്തിൽ വീട് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നത്. ഓപ്ഷൻ എ കല്ലുകൾ, ബി തടി, സി ചെളി, ഡി ഇഷ്ടിക. 105. സിന്ധു നദീതട സംസ്കാരം എന്ന പ്രയോഗം ആദ്യമായി ഉപയോഗിച്ചതാര്? ഓപ്ഷൻ എ അലക്സാണ്ടർ, ബി ജോൺ മാർഷൽ, സി ആർ ഡി ബാനർജി, ഡി എസ് ആർ റാവു. 106. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ സമാനമായ സംസ്കാരം എവിടെയാണ് കാണപ്പെട്ടിരുന്നത്? ഓപ്ഷൻ എ സുമേറിയ, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി ഈജിപ്റ്റ്, ഓപ്ഷൻ ഡി ആഫ്രിക്ക. 107. ഹാരപ്പ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ സിന്ധു, ബി ചിനാബ്, സി രവി, ഡി സത്ലജ്. സിന്ധു നദീതട സംസ്കാര കാലത്ത് ഉപയോഗിച്ചിരുന്ന ലിപി. ഓപ്ഷൻ എ ചിത്രലിപി, ബി ഹൈറോഗ്ലിഫിക്സ്, ഓപ്ഷൻ സി ക്യൂണിഫോം, ഓപ്ഷൻ ഡി ബ്രാഹ്മി. 109. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പ്രാണതാക്കൾ. ഓപ്ഷൻ എ പുരാതന ശിലായുഗക്കാർ, ബി ദ്രവിഡർ, സി ആര്യന്മാർ, ഡി ഹൂണന്മാർ.
110. ഹാരപ്പൻ സംസ്കാരത്തിലെ കിഴക്കൻ അതിർത്തി ഏതാണ്? ഓപ്ഷൻ എ ലോത്തൽ, ബി അലങ്കിപ്പൂർ, ഓപ്ഷൻ സി കാലിബംഗൻ, ഡി മോഹൻജദാരോ. 111. സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചത് എവിടെ നിന്ന്? ഓപ്ഷൻ എ ഹാരപ്പ, ഓപ്ഷൻ ബി മോഹൻജദാരോ, സി റായ്പൂർ, ഡി ലോത്തൽ. 112. സിന്ധു നദീതട സംസ്കാര കാലഘട്ടം ബി സി 3500 മുതൽ ബി സി 2500 വരെ, ഓപ്ഷൻ ബി ബി സി 1700 മുതൽ ബി സി 500 വരെ, ഓപ്ഷൻ സി ബി സി 2500 മുതൽ ബി സി 1700 വരെ, ഓപ്ഷൻ ഡി ബി സി 500 മുതൽ ബി സി 1200 വരെ. 113. സിന്ധു നദീതട സംസ്കാരത്തിലെ ഏറ്റവും ശ്രദ്ധേയപ്പെടുന്ന ഘടകം? ഓപ്ഷൻ എ പശുപതി, ബി ചക്രം, സി നദീതട സാമീപ്യം, ഡി നഗരവൽക്കരണം. 114. സിന്ധു നദീതട സംസ്കാരക്കാർക്ക് അറിവില്ലായിരുന്ന ആയുധം? ഓപ്ഷൻ എ വാൾ, ബി കുന്തം, സി മഴു, ഡി അമ്പ്. 115. സിന്ധു നദീതട സംസ്കാരത്തിൽ ഏറ്റവും അവസാനമായി കണ്ടെത്തിയ നഗരം? ഓപ്ഷൻ എ ചോർട്ടുഗായി, ബി കാലിബംഗൻ, സി ധോളവീര, ഡി റംഗ്പൂർ. 116. സിന്ധു നദീതട സംസ്കാരത്തിൽ എല്ലാ വീടുകളും ഒരു കിണർ എന്ന രീതി നടപ്പിലാക്കിയത് എവിടെയാണ്? ഓപ്ഷൻ എ ഹാരപ്പ, ബി മോഹൻജദാരോ, സി കാലിബംഗൻ, ഡി ബൻവാലി. 117. സിന്ധു നദീതട സംസ്കാരത്തിന് ഏകീകൃത ജലസേന സംവിധാനം ഉണ്ടായിരുന്ന നഗരം? ഓപ്ഷൻ എ ഹാരപ്പ, ബി ധോളവീര, സി ബൻവാലി, ഡി ഉർ. 118. സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട ജനവിഭാഗം? ഓപ്ഷൻ എ മെഡിറ്ററേനിയൻ വംശം, ഓപ്ഷൻ ബി നാർഡിക് വംശം, ഓപ്ഷൻ സി പ്രോട്ടോ ആസ്ട്രലോയിഡ് വംശം, ഓപ്ഷൻ ഡി ദ്രവിഡ വംശം. 119. സിന്ധു നിവാസികൾ ആരാധിച്ചിരുന്ന സ്ത്രീ ദൈവം? ഓപ്ഷൻ എ മാതൃദേവത, ബി പശുപതി, സി മഹാദേവൻ, ഡി റാ. 120. ഹാരപ്പ ഉത്ഖനനം നടത്തിയ വർഷം? ഓപ്ഷൻ എ 1922, ബി 1921, സി 1924, ഡി 1934. അങ്ങനെ നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് 120 ക്വസ്റ്റ്യനാണ് ഇവിടെ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ഉത്തരമാണ് ഈ ഭാഗത്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എത്രയാണ് ഓരോരുത്തരുടെയും മാർക്കെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി നോക്കുക. താങ്ക് യു. അടുത്ത വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.